ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പി വി അൻവറിൻ്റെ അവസാനത്തെ അഭയമായിരുന്നു കെ സി വേണുഗോപാൽ. ഇന്ന് അദ്ദേഹത്തെ കണ്ടതിന് ശേഷം ഒരു തീരുമാനമെടുക്കുമെന്നായിരുന്നു പി വി അൻവറിൻ്റെ തീരുമാനം. എന്നാൽ കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹം നേരെ ഡൽഹിക്ക് പോകുന്നു. പി വി അൻവർ കോഴിക്കോട് എത്തുന്നു. പക്ഷേ AICC ജനറൽ സെക്രട്ടറി പി വി അൻവറെ കാണുന്നില്ല. ഇനി എന്ത്? പ്രൈം ടൈം ആരംഭിക്കുന്നു. ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം പ്രൈം ടൈമിലേക്ക്. നാളെയും മറ്റന്നാളും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഇടുക്കി ജില്ലയിൽ കടുത്ത നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഇന്നു മുതൽ 30-ാം തീയതി വരെ രാത്രികാല യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി. നേര്യമംഗലം മുതൽ അടിമാലി വരെ രാത്രി 7 മണി മുതൽ നിയന്ത്രണം. തൊഴിലുറപ്പ്, തോട്ടം മേഖല എന്നിവിടങ്ങൾ ഉൾപ്പെടെ പുറം ജോലികൾ നിരോധിച്ചിരിക്കുകയാണ്. ചീയപ്പാറയ്ക്ക് സമീപം വൻ മരം കടപുഴകി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഗതാഗതം ഇന്ന് തടസ്സപ്പെട്ടു. ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയനും അതുപോലെ എറണാകുളത്ത് ശക്തമായ മഴയിൽ വ്യാപകമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരിലേക്ക് വരാം. ആദ്യം ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ ചേരുകയാണ്. രാഹുൽ വിജയൻ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പുറം പണിക്ക് ആളുകളെ ജോലി ചെയ്യിക്കാൻ നാളെ കഴിയില്ല. ആ നിരോധനം കൂടി ഏർപ്പെടുത്തിയിരിക്കുന്നു. അത്ര കടുത്ത സാഹചര്യമാണ് ഇടുക്കി ജില്ലയിൽ പൊതുവേ. ഇടവിട്ട് ഇടുക്കിയിൽ അതിശക്തമായ മഴ പെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഈ പുറം ജോലികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ കാരണം ഇന്ന് ശക്തമായ കാറ്റിൽ മരം ഒടിഞ്ഞു വീണ് ഒരു സ്ത്രീ, തോട്ടം തൊഴിലാളി സ്ത്രീ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന നാളെയും മറ്റന്നാളും പുറം ജോലികൾക്ക്, തൊഴിലുറപ്പ് അതുപോലെ തന്നെ തോട്ടങ്ങളിലെ ജോലി ഇതിനുൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ജില്ലാ കളക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്തായാലും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിലും സമാനമായ രീതിയിൽ ശക്തമായ മഴ പെയ്തിരുന്നു. ഏറ്റവും കൂടുതൽ ഈ അടിമാലി, മൂന്നാർ, നേര്യമംഗലം മേഖലകളിലേക്കാണ് ശക്തമായ മഴ പെയ്യുന്നത്. ഇവിടെ വലിയ തരത്തിലുള്ള പ്രതിസന്ധി ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു. കാരണം വലിയ തോതിൽ മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും അപകട ഭീഷണി, മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ട്. മാത്രമല്ല നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്ത് മരങ്ങളുടെ ചോട്ടിൽ നിന്ന് മണ്ണെടുത്തു മാറ്റിയത് ഈ മരങ്ങൾ എപ്പോൾ വേണമെങ്കിലും കടപുഴകി വീഴാവുന്ന അവസ്ഥയിലേക്ക് ആക്കിയിട്ടുണ്ട്. അത് നിരന്തരം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒരു ദിവസം മാത്രം 4 മരങ്ങളാണ് ഈ ദേശീയപാതയിലേക്ക് കടപുഴകി വീണത്. അതിൽ ഏറ്റവും ഒടുവിൽ വന്നത് ചീയപ്പാറയ്ക്ക് സമീപമാണ്. ആ മരം കടപുഴകി വീണ ദേശീയപാത ഇപ്പോൾ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. മരം മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടി ഫയർഫോഴ്സും അതുപോലെ തന്നെ നാട്ടുകാരും സംയുക്തമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇടുക്കി ജില്ലയുടെ വിവിധ മേഖലകളിൽ ശക്തമായ കാറ്റ് വീശുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും മരം ഒടിഞ്ഞു വീഴുകയും കടപുഴകി വീഴുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നാശനഷ്ടം KSEBിക്കാണ്. പല വൈദ്യുത മേഖലകളിലെയും വൈദ്യുതി ബന്ധം താറുമാറായി കിടക്കുകയാണ്. അല്പസമയം മുമ്പ് മറയൂർ മേഖലയിൽ നിന്ന് കുറച്ച് ആളുകൾ നമ്മളെ വിളിച്ചിരുന്നു. ആ മേഖലയിലേക്കൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് എത്തിപ്പെടാൻ തന്നെ വലിയ പാടാണ്. അവിടെ കഴിഞ്ഞ 6 ദിവസമായി കറണ്ടില്ല. ആ ഒരു മേഖലയിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. പരിഹരിക്കുന്നതിനുള്ള നടപടി ഉണ്ടാകണമെന്ന് നമ്മളൊന്ന് റിപ്പോർട്ട് ചെയ്യണമെന്നും കൂടി അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമാനമായ സ്ഥിതി ഇടുക്കി ജില്ലയിലെ വിവിധ മേഖലകളിലുണ്ട്. അത്തരമൊരു സാഹചര്യം, ഒരു കറണ്ടില്ലാത്ത അല്ലെങ്കിൽ വെളിച്ചമില്ലാത്തൊരു സാഹചര്യം രാത്രിയിൽ പലയിടങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ വിവിധ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ജില്ലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. മാത്രമല്ല രാത്രികാല യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് റെഡ് അലർട്ടിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അത്തരമൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ് ഒരു കാര്യം അറിയിക്കുന്നു. കനത്ത കാറ്റിലും മഴയിലും ദേശീയപാതയിൽ കോഴിക്കോട് പാലക്കുളം സിൽക്ക് ബസാറിന് സമീപം മരം കടപുഴകി വീണു. കാർ യാത്രക്കാരായ 2 പേർ അത്ഭുതകരമായി അപകടത്തിന് രക്ഷപ്പെട്ടു എന്നുകൂടി റിപ്പോർട്ടിൽ പറയുന്നു. മരം വീഴുന്നത് കണ്ട് യാത്രക്കാർ ഉടൻ തന്നെ കാർ സൈഡിലേക്ക് വെട്ടിച്ച് വാഹനങ്ങളിൽ നിന്നും ഇറങ്ങി. കാർ മരത്തിന് അടിയിലാണ്. അപകടത്തിൽ ഒരു പോസ്റ്റ് തകർന്നുപോയി. ദേശീയപാതയിൽ വൻ ഗതാഗതക്കുരുക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. എറണാകുളത്ത് ശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടമുണ്ടായതായി റിപ്പോർട്ട്. കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് ഇടച്ചിറയിൽ തേക്കുമരം വീണ വൈദ്യുത പോസ്റ്റ് മറിഞ്ഞു വീണു. വാഹനം ഭാഗികമായി തകർന്നുപോയി. കാറ്റിലും മഴയിലും പിറവം പോസ്റ്റ് ഓഫീസ് കവലയിലും കനത്ത നാശനഷ്ടമുണ്ടായി. YS അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അഭിനന്ദ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. കെടുതികളുടെ വാർത്തകൾ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ് കൊച്ചി നഗരത്തിൽ നിന്നും പുറത്തുള്ള പ്രദേശങ്ങളിൽ നിന്നും.
SKN എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ കാറ്റും മഴയും തുടരുകയാണ്. കാക്കനാട് നിന്നാണ് വ്യാപകമായ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തത്. കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് 3 വൈദ്യുതി പോസ്റ്റുകളാണ് തകർന്നു വീണത്. ഒരു വൈദ്യുതി പോസ്റ്റ് പിക്കപ്പ് വാനിന് മുകളിലേക്ക് വീണ് പിക്കപ്പ് വാൻ ഭാഗികമായി തകർന്നിട്ടുണ്ട്. തൃക്കാക്കര ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി ഇപ്പോൾ മരം മുറിച്ചു മാറ്റിയിട്ടുണ്ട്. അവിടുത്തെ വൈദ്യുതി പോസ്റ്റുകളൊക്കെ എടുത്തു മാറ്റിയിട്ടുണ്ട്. പക്ഷേ വൈദ്യുതി ബന്ധം അവിടെ തകരാറിലായി. ഏറെ നേരമായി ഇപ്പോൾ അവിടെ ആ പ്രദേശങ്ങളിൽ വൈദ്യുതി ഇല്ല എന്നാണ് ഇപ്പോൾ പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ എറണാകുളം പിറവം കവല ജംഗ്ഷനിൽ പോസ്റ്റ് ഓഫീസ് കവല ജംഗ്ഷനിലും വ്യാപകമായ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ണമാലി ചെല്ലാനം പ്രദേശങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷമാണ്. ഇതിന് നാട്ടുകാർ പ്രതിഷേധവുമായി നാളെ മുന്നോട്ട് പോകുമെന്നും ഇപ്പോൾ അറിയുന്നുണ്ട്. നേരത്തെ തന്നെ ഈ കടൽക്ഷോഭം രൂക്ഷമായ പശ്ചാത്തലത്തിൽ മന്ത്രിമാരുടെയും ജനപ്രതിനിധികൾക്കടക്കം പരാതി നൽകിയിട്ടും ഒരു നടപടിയായില്ലെന്നുള്ള ആക്ഷേപം നേരത്തെയും ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴും അവിടെ രൂക്ഷമാണ്. പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടവും അറിയിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ നാളെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജില്ലാ കളക്ടർ. അങ്കണവാടികൾക്കും ഒപ്പം തന്നെ ട്യൂഷൻ സെന്ററുകൾക്കും അവധി ബാധകമാണ്. നഗരത്തിൽ ഇപ്പോൾ മഴയ്ക്ക് നേരിയ കുറവുണ്ട്. ഇടവിട്ടുള്ള മഴയാണ് രാവിലെ മുതൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നഗരത്തിൽ മഴയ്ക്ക് നേരിയ കുറവുണ്ട്. പക്ഷേ എറണാകുളം ജില്ലയുടെ അകത്തെ പ്രദേശങ്ങളിലായിട്ടുള്ള കാക്കനാട്, കളമശ്ശേരി തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇപ്പോഴും മഴ തുടരുകയാണ്. മലയോര മേഖലകളിൽ മൂവാറ്റുപുഴ, കോതമംഗലം തുടങ്ങിയ മലയോര മേഖലകളിലും ഇപ്പോൾ മഴ തുടരുന്നുണ്ട്. ശക്തമായ കാറ്റും അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഓറഞ്ച് അലർട്ടാണ് നിലവിൽ എറണാകുളം ജില്ലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടർ NSK ഉമേഷ് വാർത്താക്കുറിപ്പിലൂടെ അല്പസമയം മുമ്പാണ് അറിയിച്ചിട്ടുള്ളത്. SKN. താങ്ക് യു. YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്. ഈ 5 ജില്ലകളിൽ നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും. പത്തനംതിട്ട ജില്ലയിലെ അംഗനവാടി മുതൽ പ്രൊഫഷണൽ കോളേജ് വരെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും. എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക്, പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി എക്സാമിനൊന്നും മാറ്റമില്ല. 5 ജില്ലകളുടെ പേരുകൾ ഞാൻ ഒരിക്കൽ കൂടി പറയാം. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നാളെ മഴ പ്രമാണിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുത്തിരിക്കുന്നത്. പത്തനംതിട്ട നഗരത്തിലും മലയോര മേഖലയിലും ശക്തമായ മഴ തുടരുകയാണ്. പത്തനംതിട്ട ജില്ലയിൽ നാളെയും മറ്റന്നാളും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ അടുത്ത മാസം 1-ാം തീയതി വരെ നിയന്ത്രണം ഏർപ്പെടുത്തി. മലയോര മേഖലയിലൂടെയുള്ള രാത്രികാല യാത്രയ്ക്കും ക്വാറി പ്രവർത്തനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. തിരുവല്ല പെരിങ്ങരയിൽ മീൻ പിടിക്കാൻ പോയ ആളെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നുള്ള വാർത്ത കൂടി വരികയാണ്. എ വി ജയശങ്കർ ഇപ്പോൾ ടെലിഫോണിൽ ചേരുകയാണ്. ജയശങ്കർ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പത്തനംതിട്ട ജില്ലയിൽ മഴ പൊതുവെ ശക്തമായി തുടരുന്നുവെന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്തൊക്കെയാണ് പ്രിക്കോഷൻസ്? SKN പകൽ സമയത്ത് പത്തനംതിട്ട ജില്ലയിൽ മഴ പൊതുവെ കുറവായിരുന്നു. പക്ഷേ വൈകിട്ടോടുകൂടി മലയോര മേഖലയിൽ ഉൾപ്പെടെ മഴ ശക്തമാകുന്ന എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാറ്റുൾപ്പെടെ ഉള്ള മഴയാണ് പെയ്യുന്നത്. എന്തായാലും ജില്ലാ കളക്ടർ ജില്ലയിൽ കർശന നിയന്ത്രണങ്ങളാണ് നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പ്രവർത്തനം താൽക്കാലികമായി നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ മലയോര മേഖലയിലുള്ള രാത്രികാല യാത്രകൾക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോറികളുടെ പ്രവർത്തനം എന്നിവയ്ക്കും നിയന്ത്രണം ബാധകമാണ്. അടുത്ത മാസം 1-ാം തീയതി വരെയാണ് നിലവിൽ നിയന്ത്രണമുള്ളത്. നാളെയും മറ്റന്നാളും ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അംഗനവാടി മുതലുള്ള പ്രൊഫഷണൽ കോളേജ് വരെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ മുൻകൂട്ടി നിശ്ചയിച്ച പൊതുവിദ്യാഭ്യാസ ഒപ്പം തന്നെ യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്ക് അവധി ബാധകമല്ല എന്നാണ് പത്തനംതിട്ട കളക്ടർ പ്രേംകൃഷ്ണ നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ജില്ലയിലെ മലയോര മേഖലയിൽ ഉൾപ്പെടെ ശക്തമായ മഴയാണ് വൈകിട്ടോടുകൂടി പെയ്തത്. പത്തനംതിട്ട നഗരത്തിലും വലിയ തോതിലുള്ള കാറ്റും മഴയും ഉണ്ടായിരുന്നു. എന്തായാലും പകൽ സമയത്ത് മഴ വിട്ടുനിന്നതോടുകൂടി നദികളിൽ ഉൾപ്പെടെ ജലനിരപ്പ് കുറഞ്ഞിരുന്നു. പക്ഷേ വൈകിട്ടോടുകൂടി മലയോര മേഖലകളിലും ഒപ്പം തന്നെ വനമേഖലയിലും വലിയ തോതിലുള്ള മഴ പെയ്തു. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതയാണ് ജില്ലാ ഭരണകൂടം ഈ മഴയുമായി ബന്ധപ്പെട്ട് എടുക്കുന്നത്. അതുകൂടി കണക്കിലെടുത്താണ് നാളെയും മറ്റന്നാളും റെഡ് അലർട്ട് ഉണ്ട്. വലിയ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ആ കാരണം കൊണ്ടാണ് അംഗനവാടി മുതൽ മുഴുവൻ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിട്ടുണ്ട്. ഈ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെ പ്രവർത്തിക്കരുതെന്നൊരു നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ മഴയാണ്. എന്തായാലും ഇന്ന് മഴ വിട്ടുനിന്നത് ജില്ലയെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മഴക്കെടുതിയിൽ വലിയ തോതിലുള്ള വ്യാപക നാശനഷ്ടമാണ് ജില്ലയിൽ ഉണ്ടായത്. നിരവധി മരങ്ങൾ കടപുഴകി വീഴുകയും KCBയുടെ പോസ്റ്റുകൾ ഉൾപ്പെടെ തകരുകയും വൈദ്യുതി ബന്ധം ഉൾപ്പെടെ തകരാറിലാവുകയും ചെയ്ത സാഹചര്യമാണ് ജില്ലയിൽ ഉണ്ടായത്. എന്തായാലും നാളെയും മറ്റന്നാളും ജില്ലയിൽ മഴ കനക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ജില്ലയിൽ മഞ്ഞ മഴ മുന്നറിയിപ്പാണുള്ളത്. പക്ഷേ നാളെയും മറ്റന്നാളും റെഡ് അലർട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിനുമായി ബന്ധപ്പെട്ട ജാഗ്രത പൊതുജനങ്ങൾ പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടവും
സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ വകുപ്പും അറിയിക്കുന്നുണ്ട്. എന്തായാലും ജില്ലയിൽ വരും മണിക്കൂറുകളിൽ മഴ കൂടുതൽ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള മുന്നറിയിപ്പ്. എന്തായാലും ജനങ്ങൾ ഈ ജില്ലാ ഭരണകൂടവും ഉൾപ്പെടെ നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം. രാത്രികാലങ്ങളിൽ മലയോര മേഖലയിലുള്ള യാത്ര ഒഴിവാക്കണം. ഒപ്പം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതും ഒഴിവാക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ക്വാറികളുടെ ഉൾപ്പെടെ പ്രവർത്തനങ്ങൾക്ക് കർശന നിയന്ത്രണമാണ് ജില്ലാ കളക്ടർ 1-ാം തീയതി വരെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും എല്ലാ മുൻകരുതലുകളും ജില്ലാ ഭരണകൂടം ഈ മഴ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, എ വി ജയശങ്കറാണ് ടെലിഫോണിൽ ഉണ്ടായിരുന്നത്. പത്തനംതിട്ടയിൽ കാര്യമായ മഴ പെയ്യുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കനത്ത കാറ്റിലും മഴയിലും കോഴിക്കോട് ദേശീയപാതയിൽ സിൽക്ക് ബസാറിൽ മരം കടപുഴകി വീണു. കാർ യാത്രക്കാരായ 2 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടുവെന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. കോഴിക്കോട് നിന്നും സമീർ സി മുഹമ്മദ് തത്സമയം ചേരുന്നു. സമീർ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയൂ, ശരിക്കും അതിൻ്റെ ദൃശ്യം ആദ്യം നമുക്ക് പ്രേക്ഷകരെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? SKN ശക്തമായ മഴയും ഒപ്പം തന്നെ വലിയ കാറ്റും കോഴിക്കോട് ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഉണ്ടാകുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള നാശനഷ്ടങ്ങളും ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ കണ്ണൂർ കോഴിക്കോട് ദേശീയപാതയിൽ പാലക്കുളത്ത് ഉണ്ടായിരിക്കുന്നത്. ഓടിക്കൊണ്ടിരുന്ന ഒരു വാഹനം, ഒരു കാറാണ്. ആ കാറ് യാത്രക്കാരാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുന്നത്. അവർ സഞ്ചരിക്കുന്നതിനിടയിൽ അവരുടെ തൊട്ടരികിലേക്കാണ് ഈ മരം വന്ന് വീണത്. അത് താഴ്ന്നു വരുന്നത് കണ്ട് ഉടനെ തന്നെ അവർ വെട്ടിച്ചു മാറ്റി. പിന്നീട് ആ വാഹനം ഉപേക്ഷിച്ച് അവർ ഓടി രക്ഷപ്പെട്ടത് കൊണ്ടാണ് ആ 2 പേരും രക്ഷപ്പെട്ടത്. ഈ വാഹനത്തിന് മുകളിലേക്കാണ് പിന്നീട് ഈ മരം വന്ന് വീണിരിക്കുന്നത്. ആ മരം വെട്ടിമാറ്റാനുള്ള ശ്രമങ്ങൾ അവിടെ നിന്ന് പോലീസിൻ്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെയും ഭാഗത്ത് നിന്ന് തുടരുകയാണ്. ദേശീയപാതയിൽ വലിയ ഗതാഗതക്കുരുക്ക് ഇപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് SKN. അതോടൊപ്പം തന്നെയാണ് ഇന്ന് കുറ്റ്യാടിയിലും ഇത്തരത്തിലുള്ള ഒരു ശക്തമായ കാറ്റിൽ വലിയ ഒരു മരമാണ് കടപുഴകി സബ് രജിസ്ട്രാർ ഓഫീസിന് മുകളിലേക്ക് പതിച്ചത്. അത് പിന്നീട് ഏറെ പരിശ്രമത്തിനൊടുവിൽ അത് വെട്ടിമാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ശക്തമായ മഴ തുടരുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള നാശനഷ്ടങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് SKN. സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിൻ്റെ പല ജില്ലകളിലും കാര്യമായി മഴ പെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം റോഡിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ എല്ലാവിധമായ ജാഗ്രതകളും പാലിക്കണം. നമ്മൾ മഴയുടെ അടിയന്തരമായ വാർത്തകളുണ്ടെങ്കിൽ വീണ്ടും അതിലേക്ക് മടങ്ങി വരും. ഇപ്പോൾ മറ്റുള്ള രാഷ്ട്രീയ വാർത്തകളിലേക്ക് കൂടി നമ്മൾ കടക്കുകയാണ്. നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ കോൺഗ്രസ് നേതൃത്വവുമായി ഇടഞ്ഞ PV അൻവറുമായി തൽക്കാലം ചർച്ചയില്ലെന്ന് ദേശീയ നേതൃത്വം തീരുമാനിച്ചതുപോലെയാണ് കാര്യങ്ങളുടെ പോക്ക്. കോഴിക്കോട് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി അൻവറിന് കൂടിക്കാഴ്ച നടത്താൻ കഴിഞ്ഞില്ല. അൻവറുമായി താൻ ചർച്ച നടത്തുന്നില്ലെന്ന് KC വേണുഗോപാൽ വ്യക്തമാക്കി. ഇതെല്ലാം നിങ്ങൾ സൃഷ്ടിക്കുന്നു. ഒരു കൂടിക്കാഴ്ച ആരും തീരുമാനിച്ചിട്ടില്ല, എന്നോടാരും പറഞ്ഞിട്ടുമില്ല. നിങ്ങളിങ്ങനെ നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ഓരോ വാർത്തകൾ ഉണ്ടാക്കുന്നു പറയത്തുള്ളൂ. ഞാൻ പറയേണ്ട കാര്യം ഉച്ചക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതൊക്കെ ഇവിടെ കൊള്ളാവുന്ന നേതൃത്വം ഉണ്ടെന്നേ. സംസ്ഥാന നേതൃത്വം പരിഹരിച്ചോളൂ അല്ലേ? ഇവിടെ നല്ല നേതൃത്വം ഉണ്ടല്ലോ. മാത്രമല്ല അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതിനപ്പുറത്തൊന്നും പറയാനില്ല. കാര്യങ്ങൾ നിങ്ങൾ ഈ വിഷയം, നിങ്ങൾക്ക് ഒരുപാട് വിഷയമുണ്ടല്ലോ, അതൊന്നും നിങ്ങൾ പറയാതെ. അത് നിങ്ങൾ പറയുന്നതല്ലേ, നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. പ്രതിപക്ഷ നേതാവിനെ അധിക്ഷേപിച്ച ശേഷം അൻവറുമായി ചർച്ച വേണ്ട എന്നാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. ദീപക് തർമ്മടം കോഴിക്കോട് നിന്ന് ചേരുന്നു. ദീപക്, യഥാർത്ഥത്തിൽ ഈ ലീഗിൻ്റെ ഒരു മാധ്യസ്ഥ ശ്രമം ഇതിലുണ്ടായിരുന്നു. എന്നാൽ അതേസമയം ലീഗിലെ ഒരു വിഭാഗത്തിന് ഇതിനോട് എതിർപ്പുണ്ടെന്നും പറയുന്നു ഈ PV അൻവറിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടുന്നതിന്. എന്തൊക്കെയാണ് വിവരങ്ങൾ? KC വേണുഗോപാൽ കർക്കശമായ ഒരു തീരുമാനം ഇങ്ങനെ എടുക്കാനുള്ള കാര്യം പ്രതിപക്ഷ നേതാവിനെ ആക്ഷേപിച്ചു എന്നുള്ളത് തന്നെയാണോ? SKN ഇതിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഹൈക്കമാൻഡ് അംഗീകരിച്ചുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെ സംഘടനാ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ ഒപ്പിട്ടുകൊണ്ടാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം പ്രഖ്യാപിക്കുന്നത്. ആ സ്ഥാനാർത്ഥിക്കെതിരെ രംഗത്ത് വരുന്നു PV അൻവർ. മറ്റൊന്ന്, പ്രതിപക്ഷ നേതാവിനെ കടന്നാക്രമിക്കുന്നു. അങ്ങനെ 2 നേതൃത്വം, അതായത് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥിക്കെതിരെ ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു ഇത്തരത്തിൽ കടന്നാക്രമണം നടത്തിയ ശേഷം KC വേണുഗോപാൽ PV അൻവറിനെ കണ്ടാൽ അത് ദോഷം ചെയ്യും, മാത്രവുമല്ല നിലമ്പൂരിലെ കോൺഗ്രസ് പ്രവർത്തകരെ പ്രതികൂലമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് തന്നെയാണ് KC വേണുഗോപാൽ കാണേണ്ടതില്ലെന്ന് തീരുമാനിച്ചത് എന്നുള്ളതാണ് നമുക്ക് KCയുടെ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയത്. ഞാൻ ഇന്ന് KCയെ നേരിട്ട് കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ KC കാര്യങ്ങൾ ഒന്നും പരസ്യമായി പറയാൻ തയ്യാറായിട്ടില്ല ക്യാമറയ്ക്ക് മുൻപിൽ. പക്ഷേ കൃത്യമായ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായത്,
ഈ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുള്ള അൻവറിനെ UDF-ലേക്ക് എടുക്കാൻ, അൻവറിനെ അനുനയിപ്പിക്കാൻ വേണ്ടി ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധിയായ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇടപെടേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. മാത്രവുമല്ല, ഇന്ന് കാലത്ത് അൻവർ പറഞ്ഞു KC വേണുഗോപാലിലാണ് പ്രതീക്ഷ, KC വേണുഗോപാലിനെ ഇന്ന് കാണുമെന്ന്. ഏതാണ്ട് 1.5 മണിക്കൂറോളം അദ്ദേഹം കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ പ്രവർത്തകരെ കാണുകയായിരുന്നു. ആ സമയത്ത് അൻവറുമായി കൂടിക്കാഴ്ച നടത്തുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷേ KC കാണേണ്ടതില്ല എന്ന തീരുമാനമെടുത്തു. അത് കോൺഗ്രസ് പ്രവർത്തകരുടെ, ഈ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ താല്പര്യപ്രകാരം തന്നെയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. കാരണം അൻവറിനെ KC കണ്ടു കഴിഞ്ഞാൽ അത് അൻവർ ഹൈക്കമാൻഡ് അംഗീകാരമായി അതിനെ വ്യാഖ്യാനിക്കും, അത് കേരളത്തിലെ കോൺഗ്രസിനെ പ്രതികൂലമായി ബാധിക്കും എന്ന തിരിച്ചറിവിൻ്റെ നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് KC അൻവറിനെ കാണാതിരുന്നത്. അൻവർ കാണാൻ ശ്രമിച്ചിരുന്നു, അൻവർ കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടിരുന്നു. അൻവർ ഇന്ന് KCയെ കാണുമെന്ന് പരസ്യമായി മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരുന്നതാണ്. SKN ദീപക് തരമണമാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും PV അൻവറിനെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കോഴിക്കോട് വെച്ച് കണ്ടില്ല. പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇന്ന് KC വേണുഗോപാലിനെ കണ്ട് ഞാൻ കാര്യങ്ങൾ അവതരിപ്പിക്കും എന്നായിരുന്നു. എന്നാൽ അൻവറിൻ്റെ ശ്രമം പാഴായി. PV അൻവർ നടത്തിയ പരാമർശങ്ങളിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് കടുത്ത എതിർപ്പ്. UDF അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടും അൻവർ അനാവശ്യ പരാമർശങ്ങൾ നടത്തുന്നുവെന്ന് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PM A സലാം പറഞ്ഞു. PV അൻവറിന് വേണ്ടിയുള്ള നേതൃത്വത്തിന്റെ ഇടപെടലിൽ ലീഗിലെ ഒരു വിഭാഗത്തിന് കടുത്ത അതൃപ്തിയുണ്ടെന്നും ഞങ്ങളുടെ ബ്യൂറോ പറയുന്നു. PV അൻവറിനോടുള്ള സമീപനത്തിൽ കോൺഗ്രസിനകത്ത് ഭിന്നാഭിപ്രായമുയർന്ന വേളയിലും അൻവറിനെ മുസ്ലിം ലീഗ് തള്ളിപ്പറഞ്ഞിരുന്നില്ല. മുന്നണി പ്രവേശന ചർച്ചകളിൽ അൻവറിനെ പിന്തുണയ്ക്കുന്ന നിലപാടായിരുന്നു ലീഗ് നേതാക്കൾ സ്വീകരിച്ചത്. എന്നാൽ നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെതിരെ PV അൻവർ നടത്തിയ പരാമർശങ്ങളിൽ ലീഗ് നേതൃത്വവും അസ്വസ്ഥമാണ്. ആവശ്യമില്ലാത്ത പരാമർശങ്ങൾ അൻവർ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ച് UDF-ലെ ഘടകകക്ഷികൾക്കുള്ള അഭിപ്രായങ്ങൾ അൻവറിനോട് ഇന്നലെ തന്നെ മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്ന് പറഞ്ഞിട്ടുണ്ട്. അതൃപ്തി ലീഗ് നേതൃത്വം ഇന്നലെ PV അൻവറിനെ അറിയിച്ചു. അതേസമയം വിഷയത്തിൽ ശുഭകരമായ പര്യവസാനമാണ് പ്രതീക്ഷിക്കുന്നതെന്ന് PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. കൂട്ടായ ചർച്ചയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇലക്ഷൻ ആവുമ്പോൾ എല്ലാവരും പരസ്പരം തെരഞ്ഞെടുപ്പ് വിജയം എങ്ങനെ ഉറപ്പുവരുത്താം എന്നുള്ളത് സംബന്ധിച്ച് ചർച്ചകളും ആശയവിനിമയങ്ങളും നടക്കുന്നുണ്ട്. നിങ്ങളതിൻ്റെ ഒരു പര്യവസാനം എന്താണ് എന്ന് നോക്കിയാൽ മതി. പ്രവചനങ്ങൾ നടത്തേണ്ട ആവശ്യമില്ല. പ്രായോഗികമായി എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അതേസമയം അൻവർ കോൺഗ്രസ് പ്രശ്നത്തിൽ മുസ്ലിം ലീഗിന്റെ റോൾ എന്ത് എന്ന ചോദ്യം ഒരു വിഭാഗം പ്രവർത്തകരിൽ നിന്ന് ഉയരുന്നുണ്ട്. ലീഗ് മധ്യസ്ഥ റോൾ ഏറ്റെടുക്കേണ്ടതില്ല എന്നാണ് വികാരം. PV അൻവറിന് വേണ്ടി ലീഗ് സംസാരിക്കുന്നതിൽ നിലമ്പൂരിലെ പ്രാദേശിക ലീഗ് പ്രവർത്തകർക്കിടയിലും എതിരഭിപ്രായമാണ്. റാഫി കരീം, 24 നിലമ്പൂർ. സ്വാദിഖ് റഹ്മാനി പറയുന്നു, മീഡിയ അഥവാ മാധ്യമങ്ങൾ അൻവറോളം ചർച്ച ചെയ്ത മറ്റൊരു നേതാവില്ല എന്നാണ് പറയുന്നത്. അതൊന്നും ശരിയല്ല. വേറെ എത്രയോ നേതാക്കന്മാർ ചർച്ച ചെയ്യപ്പെടുന്നു. എന്നാൽ ഈ അൻവർ ഉയർത്തിയിരിക്കുന്ന ചില പ്രശ്നങ്ങളിൽ മാധ്യമങ്ങളെല്ലാം ഫോക്കസ് ചെയ്തു എന്നുള്ളത് സത്യമാണ്. പശ്ചിമേഷ്യയിലെ ഗസയിലെ ഹമാസ് മേധാവി മുഹമ്മദ് സിൻവാറിനെ വധിച്ചെന്ന് സ്ഥിരീകരിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഹമാസ് മുൻ മേധാവി യഹിയ സിൻവാറിന്റെ സഹോദരനാണ് കൊല്ലപ്പെട്ടത്. സിൻവാറിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ ഔദ്യോഗിക സ്ഥിരീകരണമാണ് ഇത്. ഈ മാസം 13-ന് ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ മുഹമ്മദ് സിൻവാർ കൊല്ലപ്പെട്ടെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സ്ഥിരീകരിച്ചത്. ഇസ്രായേൽ ആക്രമണത്തിൽ മുഹമ്മദ് സിൻവാറിന് ഗുരുതര പരിക്കേറ്റുന്ന വാർത്തകൾ പുറത്തുവന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് സ്ഥിരീകരണം. മുൻ ഹമാസ് മേധാവി യഹിയ സിൻവാറിന്റെ ഏറ്റവും ഇളയ സഹോദരനാണ് മുഹമ്മദ് സിൻവാർ. 2023 ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ നടന്ന ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായിരുന്നു യഹിയ സിൻവാർ. 2024 ഒക്ടോബറിൽ തെക്കൻ ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് യഹിയ സിൻവാർ കൊല്ലപ്പെട്ടത്. ഇതേ തുടർന്നാണ് മുഹമ്മദ് സിൻവാർ ഹമാസ് നേതൃത്വം ഏറ്റെടുത്തത്. ദിവസങ്ങൾക്ക് മുൻപ് സിൻവാറിന്റെ മൃതദേഹം കണ്ടെത്തിയതായി ഇസ്രായേൽ സൈന്യത്തിന്റെ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു. ഖാൻ യൂനിസിലെ യൂറോപ്യൻ ആശുപത്രിക്കടിയിലുള്ള രഹസ്യകേന്ദ്രത്തിൽ നടത്തിയ ഇസ്രായേൽ ആക്രമണത്തിലാണ് മുഹമ്മദ് സിൻവാർ കൊല്ലപ്പെട്ടത്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടു. ഇസ്രായേലിന്റെ ഭീകരപട്ടികയിലെ ആദ്യ പേരുകാരനായിരുന്നു മുഹമ്മദ് സിൻവാർ. 1990കളിൽ മുഹമ്മദ് സിൻവാറിനെ പിടികൂടി 9 മാസം ഇസ്രായേലിലും 3 വർഷം രമല്ലയിലും തടവിലിട്ടിരുന്നു. 2000-ൽ സിൻവാർ ഇവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. സിൻവാറിനു പുറമെ റഫ ബ്രിഗേഡ് മേധാവി മുഹമ്മദ് ഷബാൻ ഉൾപ്പെടെ സഹായികളും കൊല്ലപ്പെട്ടെന്നാണ് വിവരം. ഇന്റർനാഷണൽ ഡെസ്ക് 24. അമേരിക്ക ഇസ്രയേൽ സഹകരണത്തോടെയുള്ള ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷന്റെ ഭക്ഷണ വിതരണ കേന്ദ്രത്തിലേക്ക് നിയന്ത്രണങ്ങൾ ഭേദിച്ച് പാലസ്തീൻ ജനത കയറി ചെന്നു.
റഫയിലെ മൈതാനത്ത് തകർന്ന വേലികൾക്കും കെട്ടിടാവശിഷ്ടങ്ങൾക്കും മുകളിലൂടെ വിശന്നു വലഞ്ഞ മനുഷ്യരുടെ ഭക്ഷണത്തിനു വേണ്ടിയുള്ള പരക്കം പാച്ചിൽ ആരുടെയും ഉള്ളുലയ്ക്കും. റഫയിലെ ഭക്ഷണ വിതരണ കേന്ദ്രത്തിൽ നിന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ. ഇസ്രായേൽ അമേരിക്ക സഹകരണത്തിൽ പുതുതായി രൂപീകരിച്ച ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷനാണ് ഭക്ഷണം എത്തിക്കുന്നത്. ഇസ്രായേൽ അമേരിക്കൻ കോൺട്രാക്ടേഴ്സുമായി ചേർന്ന് ഭക്ഷ്യവിതരണം തുടങ്ങിയതിനെ UN-ഉം മറ്റ് ഏജൻസികളും എതിർക്കുന്നു. ഇസ്രായേൽ ഭക്ഷണം ആയുധമാക്കുകയാണെന്ന് UN കുറ്റപ്പെടുത്തി. മാർച്ച് മാസം മുതൽ UN ഉൾപ്പെടെയുള്ള ഏജൻസികളെ തടഞ്ഞ ഇസ്രായേൽ സൈന്യം ഒരാഴ്ച മുൻപാണ് ട്രക്കുകൾ കടത്തിവിടാൻ തുടങ്ങിയത്. അടിയന്തരമായി ഭക്ഷണം എത്തിച്ചില്ലെങ്കിൽ ഗസയിലെ ആയിരക്കണക്കിന് കുട്ടികൾ പട്ടിണി മൂലം മരിക്കുമെന്ന UN റിപ്പോർട്ടിനെ തുടർന്ന് ലോകരാജ്യങ്ങൾ പ്രതിഷേധമറിയിച്ചിരുന്നു. നിയന്ത്രണം നീക്കിയതിനു ശേഷവും ഭക്ഷണവുമായി എത്തിയ ട്രക്കുകൾ അതിർത്തിയിൽ കാത്തുകിടക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. ആവശ്യമായതിന്റെ ചെറിയൊരംശം പോലും ഭക്ഷണം എത്തിക്കാൻ കഴിഞ്ഞില്ല. GHF ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്ന മൈതാനത്തേക്ക് ആയിരക്കണക്കിന് പലസ്തീൻകാരാണ് നിയന്ത്രണങ്ങൾ ഭേദിച്ചെത്തിയത്. അവരെ പിരിച്ചുവിടാൻ സൈന്യം മുന്നറിയിപ്പ് സൈറൻ മുഴക്കിയത് വിശന്നുവലഞ്ഞ പലസ്തീൻ പൗരന്മാരെ പരിഭ്രാന്തരാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് 24. മണ്ണയിൽ മരം വീണ് ഒരു വീട് തകർന്നു. പാതായിക്കര സ്വദേശി രാജന്റെ വീടാണ് തകർന്നുപോയത്. ഭാഗ്യം ആളപായമൊന്നുമില്ല. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. സമീർ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. വിശദാംശങ്ങൾ. ഇന്ന് മലപ്പുറം ജില്ലയിൽ വ്യാപകമായി ശക്തമായ മഴയും കാറ്റും ഉണ്ടായിരുന്നു. അതിനിടയിലാണ് പെരിന്തൽമണ്ണ പാതായിക്കര സ്വദേശി നടുത്തൊടി വീട്ടിൽ രാജന്റെ വീടിന് മുകളിലേക്ക് ഭീമൻ മരം വീഴുന്ന ഒരു ഘട്ടം ഉണ്ടായിരിക്കുന്നത്. ഓടുമേഞ്ഞ വീട് പൂർണ്ണമായും തകർന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അത്രത്തോളം വീടിന് കേടുപാടുകൾ സംഭവിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നു. ഇവരൊക്കെ തന്നെ മറ്റൊരു റൂമിലായിരുന്നു. അതുകൊണ്ട് തന്നെ അത്ഭുതകരമായി ഇവരൊക്കെ തന്നെ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. വലിയ മരമായതുകൊണ്ട് തന്നെ വീടിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിരിക്കുകയാണ്. ഈ പെരിന്തൽമണ്ണയിലെ സന്നദ്ധ പ്രവർത്തകരായിരിക്കുന്ന ഈ ട്രോമോ കെയറിന്റെ വോളണ്ടിയർമാരെത്തിയാണ് ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ മരമെല്ലാം തന്നെ മുറിച്ച് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും വലിയ നഷ്ടമാണ് ഈ വീട്ടുകാർക്ക് സംഭവിച്ചിരിക്കുന്നത്. ജീവൻ ഒരു തരത്തിലും അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. താങ്ക് യു. ലത്തീഫ് പറയുന്നു, SKN റേബ് ചെയ്ത് ആ ഭാഗ്യവാനെ പരസ്യപ്പെടുത്തല്ലേ, അയാൾക്ക് പിന്നെ ജീവിക്കാൻ കഴിയില്ല. ആ ഭാഗ്യവാന്റെ പേര് വെളിവന്ന കഴിഞ്ഞു. ലോണ് ജപ്തിയുള്ളവരും കടം കയറിയവരും എല്ലാം കൂടെ അയാളുടെ വീട് കയറി അയാളുടെ ലെവലാക്കും. അയാളെ ഇപ്പോൾ ലോട്ടറി ടിക്കറ്റ് കയറി കളഞ്ഞെന്ന് വരും. അപ്പോൾ അതുകൊണ്ട് അയാളുടെ പേര് വിവരം പ്രസിദ്ധപ്പെടുത്താതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. പ്രസിദ്ധപ്പെടുത്തപ്പെട്ടവർക്കൊക്കെ നന്നായിട്ട് നല്ല അനുഭവങ്ങളുണ്ട്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. ഇടുക്കിയിൽ മരം വീണ് ഒരു സ്ത്രീ മരിച്ചു. കണ്ണൂരിലും കോഴിക്കോടും കിണറുകൾ ഇടിഞ്ഞു താഴ്ന്നു. ഭൂതത്താൻകെട്ട് അണക്കെട്ടിന്റെ 2 ഷട്ടറുകൾ കൂടി തുറന്നു. ഇടുക്കി ചക്കപ്പള്ളത്ത് കനത്ത മഴയിൽ മരമൊടിഞ്ഞു വീണ് സ്ത്രീ മരിച്ചു. തമിഴ്നാട് സ്വദേശി 55-കാരിയായ എലിസബത്താണ് മരിച്ചത്. ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുമ്പോഴാണ് മരം ഒടിഞ്ഞു വീണത്. ശക്തമായ കാറ്റിൽ മരം വീണ് വീട് തകർന്നു. ഇടുക്കി പൂപ്പാർ സ്വദേശി ഗോമതിയുടെ വീടാണ് തകർന്നത്. കോഴിക്കോട് ശക്തമായ മഴയിൽ സ്കൂളിന്റെ കിണർ ഇടിഞ്ഞു താണു. മീഞ്ചന്ത NSS UP സ്കൂളിന്റെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. കുറ്റിയാടിയിൽ ശക്തമായ കാറ്റിലും മഴയിലും സബ് രജിസ്ട്രാർ ഓഫീസിന് മുകളിൽ മരം വീണു. കണ്ണൂർ ചെറുപുഴ പാടിയോട്ടുചാലിൽ വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. പുതിയ വീട്ടിൽ രാജേഷിന്റെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. പാലക്കാട് മനശ്ശേരിയിൽ വീടിന്റെ ചുമരിടിഞ്ഞു വീണ് ഓട്ടോറിക്ഷ തകർന്നു. പനഞ്ചിക്കൽ സജീഷ് പ്രകാശിന്റെ ഓട്ടോറിക്ഷയാണ് പൂർണ്ണമായും തകർന്നത്. മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ഉയർന്നതോടെ കോട്ടയത്തെ താഴ്ന്ന പ്രദേശങ്ങളായ ഇല്ലിക്കലിലും തിരുവാർപ്പിലും വെള്ളം കയറി. അട്ടപ്പാടിയിൽ ശക്തമായ മഴയിൽ മരം റോഡിലേക്ക് വീണ് പലയിടങ്ങളിലും ഗതാഗതം തടസ്സപ്പെട്ടു. ഭൂതത്താൻകെട്ട് ഡാമിന്റെ 2 ഷട്ടറുകൾ കൂടി തുറന്നതോടെ പെരിയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ഇടപ്പള്ളിയിൽ നിന്ന് ഇന്നലെ കാണാതായ 13-കാരനെ ഇന്ന് രാവിലെ ഇടുക്കി തൊടുപുഴയിൽ നിന്നാണ് കണ്ടെത്തിയത്. സിനിമാ ലൊക്കേഷൻ കാണാൻ തൊടുപുഴ എത്തിയ കുട്ടിയെ ശശികുമാർ എന്നയാൾ ഉപദ്രവിച്ചെന്ന് പോലീസ് പറഞ്ഞു. ശശികുമാറിനെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തു. സംരക്ഷകൻ എന്ന രീതിയിൽ പോലീസ് സ്റ്റേഷനിലെത്തിയ ആളെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിരിക്കുന്നത്.
ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ 13 വയസ്സുകാരൻ എത്തുന്നത്. ഈ സ്ഥലത്തുണ്ടായിരുന്ന കൈനോട്ടക്കാരനെന്ന് അവകാശപ്പെടുന്ന ശശികുമാർ കുട്ടിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇവിടെ വെച്ച് ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്നാണ് കുട്ടിയുടെ മൊഴി. മുഖത്ത് അടിയേറ്റ പാടുകളുണ്ട്. കുട്ടി ചോദ്യത്തിൽ പറഞ്ഞത് ഈ തൊടുപുഴയെ പറ്റി യൂട്യൂബിനകത്തൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു യൂട്യൂബർ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഫാനാണ്. അപ്പോൾ തൊടുപുഴ അത് കണ്ട് ഇറങ്ങി പോരുന്നതാണെന്നാണ് പറയുന്നത്. മുമ്പെങ്ങോ പിതാവ് കൊടുത്ത പൈസ കൈവശം ഉണ്ടായിരുന്നു കുട്ടിയുടെ. അങ്ങനെ ബസ്സിൽ കയറിയിട്ട് തൊടുപുഴ വന്ന് ഇറങ്ങിയതാണ്. രാത്രി മുഴുവൻ ശശികുമാർ കുട്ടിയെ ഒപ്പം പാർപ്പിച്ചു. കുട്ടിയെ കാണാനില്ലെന്ന വാർത്ത കണ്ടതോടെ ഇയാൾ ബന്ധുക്കളെ വിളിച്ചു. തുടർന്ന് പോലീസ് എത്തി കുട്ടിയെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഈ കുട്ടി കൈവശം വെച്ചിരുന്ന വേറൊരാളുണ്ട്. അയാൾ ഇന്ന് രാവിലെ പുലർച്ചെ ഒരു 6:30 മണിയോടുകൂടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കുട്ടി എൻ്റെ അടുത്തുണ്ട്, ഞാനൊരു ഇങ്ങനെ ഉള്ള ഒരാളാണ്, പിന്നെ അതുകൊണ്ടിട്ട് നിങ്ങളിവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഉടൻ തന്നെ എളമങ്ങര പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം പറഞ്ഞു. അവർ തൊടുപുഴ സ്റ്റേഷനിൽ അറിയിച്ചിട്ട് ഇവിടുത്തെ സാറന്മാരും ഞങ്ങളും കൂടി പോയാണ് കുട്ടിയെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇയാളോടുകൂടി വാങ്ങിയത്. ശശികുമാർ ഉപദ്രവിച്ചെങ്കിലും പ്രതിരോധിച്ചെന്ന് കുട്ടി പോലീസിനോട് വെളിപ്പെടുത്തി. ശശികുമാറിനെതിരെ പോക്സോ വകുപ്പുകൾ ചുമത്തി കേസെടുക്കും. കുട്ടിയെ കാണാനില്ലെന്ന് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എളമക്കര സ്റ്റേഷനിലായിരിക്കും തുടർ നടപടികൾ. 24 ഇടുക്കി. എന്തായാലും ഞാൻ ആ കുട്ടിയെ അഭിനന്ദിക്കുകയാണ്. കാരണം ആ കുട്ടി ഒറ്റയ്ക്കായിട്ട് പോലും ഇയാളോട് പ്രതിരോധിച്ച് നിന്നു. ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ തന്നെ നന്നായി ചെറുത്ത് നിൽക്കാൻ ആ കുട്ടി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചെന്ന് മാത്രമല്ല, അയാൾക്ക് ഒരു രീതിയിലും ആ കുട്ടിയോട് അടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അയാളെ കൊണ്ട് എത്തിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഈ ചിത്രം TV സ്ക്രീനിലൂടെ കണ്ടിട്ട് ഇയാൾ ഈ കുട്ടിയെ മടക്കി കൊടുക്കാൻ തീരുമാനിച്ചത്. നിലമ്പൂർ സീറ്റ് LDF നിലനിർത്തുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തെരഞ്ഞെടുപ്പിൽ PV അൻവർ വിഷയം ഉന്നയിക്കില്ലെന്നും MV ഗോവിന്ദൻ പറയുന്നു. PV അൻവർ കോൺഗ്രസിന് മാത്രമല്ല അയാൾക്ക് തന്നെ ഒരു പ്രശ്നമായി മാറിയെന്നാണ് CPM ജനറൽ സെക്രട്ടറി MA ബേബി 24നോട് പ്രതികരിച്ചത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലുള്ള LDF സ്ഥാനാർത്ഥിയെ വെള്ളിയാഴ്ച പ്രഖ്യാപിക്കാനാണ് തീരുമാനം. 9 വർഷമായി ഇടതുമുന്നണിക്കൊപ്പമുള്ള നിലമ്പൂർ മണ്ഡലം നിലനിർത്താൻ കഴിയുന്ന സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുമെന്നാണ് CPM നേതൃത്വം നൽകുന്ന സൂചന. ഞങ്ങൾക്ക് ആത്മവിശ്വാസത്തിന് യാതൊരു പ്രശ്നവുമില്ല. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 2ാം ടേം പൂർത്തിയാക്കി 3ാം ടേമിലേക്ക് ഗവൺമെൻറ് വീണ്ടും തിരിച്ചു വരും എന്ന് തന്നെയാണ് കേരളം ഒന്നടങ്കം പ്രതീക്ഷിക്കുന്നത്. PV അൻവറിന്റെ നിലപാട് UDFൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും അൻവർ വിഷയം പ്രചരണത്തിൽ ഉപയോഗിക്കേണ്ടതില്ലെന്നാണ് CPIMന്റെ തീരുമാനം. PV അൻവറിന്റെ പ്രതികരണങ്ങളെ പാർട്ടി നേതൃത്വം പരിഹസിച്ചു തള്ളുകയാണ്. മാന്യ സുഹൃത്ത് ശ്രീ അൻവർ, അപ്പോൾ എങ്ങനെയാണ് ശ്രീ അൻവറും UDFും സഹകരിക്കുക എന്നുള്ളത് അറിഞ്ഞുകൂടാ. അദ്ദേഹം ബന്ധപ്പെടുന്ന പാർട്ടികൾക്കെല്ലാം ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ശ്രീ അൻവർ അദ്ദേഹത്തിന് തന്നെ ഒരു പ്രശ്നമായി മാറിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ്, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയ് എന്നിവരെയാണ് CPM സ്ഥാനാർത്ഥികളായി പരിഗണിക്കുന്നത്. വെള്ളിയാഴ്ചത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പുതിയ പേരുകൾ കടന്നുവരാനും സാധ്യതയുണ്ട്. ടീം നിലമ്പൂർ 24. ഇപ്പോൾ വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് ഒരു വാർത്ത അറിയിക്കുന്നു. വയനാട് ചെമ്പ്രയിൽ എസ്റ്റേറ്റിലെ വമ്പൻ കുളത്തിലെ വെള്ളം പൂർണ്ണമായും തുറന്നുവിട്ടു. അപകട ഭീഷണിയെ മുന്നിൽ കണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. വയനാട് ADM K ദേവികയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഈ സ്ഥലം സന്ദർശിച്ചിരുന്നു. ADMന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വെള്ളം പൂർണ്ണമായും തുറന്നുവിട്ടത്. 24 പുറത്തു കൊണ്ടുവന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. 24 ഇംപാക്ട്. സംസ്ഥാനത്ത് ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യജീവികളെ കൊല്ലുന്നതിന് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി തേടാൻ തീരുമാനമായി. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് നിർണായകമായ തീരുമാനം. നിയമനിർമ്മാണത്തിലുള്ള തുടർ നടപടിക്കായി വനം സെക്രട്ടറി ചുമതലപ്പെടുത്തുകയും ചെയ്തു. ശുഭാപ്തി വിശ്വാസത്തോടെയാണ് സർക്കാർ തീരുമാനമെന്ന് വനം മന്ത്രി 24നോട്. കാട്ടുപന്നികളെ കൂടാതെ മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന മറ്റു വന്യജീവികളെയും കൊല്ലുന്നത് സംബന്ധിച്ച കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടാനുള്ള നടപടി സ്വീകരിക്കാനാണ് വനം വന്യജീവി വകുപ്പിനെ ചുമതലപ്പെടുത്തിയത്. നിയമവകുപ്പ് സെക്രട്ടറിയുമായി കൂടിയാലോചിച്ച് ഇക്കാര്യത്തിൽ ആവശ്യമായ നിയമനിർമ്മാണത്തിനുള്ള നിർദ്ദേശം സമർപ്പിക്കാൻ വനം വകുപ്പ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ സംസ്ഥാനത്ത് ഭീഷണിയാകുന്ന കാട്ടുപന്നികളെ കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ നേതൃത്വത്തിൽ പ്രത്യേക പ്രോട്ടോകോൾ പ്രകാരം വ്യവസ്ഥയുണ്ട്. എന്നാൽ മറ്റു ജീവികളുടെ കാര്യത്തിൽ ഇത് സാധ്യമാക്കാൻ വനം വകുപ്പിന് കാര്യമായ പ്രതിസന്ധികളുണ്ട്. സർക്കാർ തീരുമാനം ശുഭാപ്തി വിശ്വാസത്തോടെയാണെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാനുള്ള അധികാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് നിക്ഷിപ്തമാക്കിയതുപോലെ അക്രമകാരികളായ മറ്റ് വന്യജീവികളെയും വെടിവെച്ചു കൊല്ലാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള അധികാരം സ്റ്റേറ്റിന് വേണമെന്നതാണ് തീരുമാനത്തിന്റെ കാതൽ. ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയാണ് ഗവൺമെന്റ് ഈ കാര്യം തീരുമാനിച്ചിട്ടുള്ളത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള സർക്കാർ തീരുമാനമെന്നും ചർച്ചകൾ ഉയരുന്നുണ്ട്. നിലമ്പൂരിലടക്കം വന്യജീവി ആക്രമണം പ്രതിപക്ഷം ക്യാമ്പയിനായി ഉയർത്തിയിരുന്നു. മന്ത്രിസഭാ തീരുമാനത്തോടെ രാഷ്ട്രീയ വിശദീകരണത്തിന് ഇടതുപക്ഷത്തിന് പുതിയ ആയുധം ഉറപ്പാക്കാം.
24 തിരുവനന്തപുരം. ഇന്ദു പ്രകാശ് പറയുന്നു, രാവിലെ ഒരു വാർത്ത കണ്ടിരുന്നു മിന്നായം പോലെ കൊറോണയെക്കുറിച്ചാണ്. പക്ഷേ വാർത്തയിൽ പിന്നീട് എല്ലാം അൻവർ മാത്രം, വേറൊരു വാർത്തയുമില്ല. എന്താണിത്? സഖി കേട്ട് അൻവർ വെറുത്തുപോയി ന്യൂസ് എന്നാണ് പറയുന്നത്. എന്തായാലും ഇന്ദു പ്രകാശ്, ഈ കാര്യം നമ്മൾ ഗൗരവത്തോടെ കാണാം. നമ്മൾ ഈ വാർത്തകൾ ഇപ്പോൾ ഏതെങ്കിലും പ്രത്യേകിച്ച് ഒരു വാർത്ത ഡെവലപ്പ് ചെയ്ത് വന്നാലും മറ്റു വാർത്തകളെ അവഗണിക്കാതിരിക്കാൻ ചെയ്യാം. ഈ കോവിഡിൻ്റെ കാര്യം, അതായത് ഇന്ത്യയിൽ കോവിഡ് കേസുകൾ പെരുകുന്നു. അതിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്നുള്ള ഇതാണ്. 2ാം സ്ഥാനം ഡൽഹിക്കാണ്. അപ്പോൾ ഈ കോവിഡ് കേസുകൾ പെരുകുന്ന പശ്ചാത്തലത്തിൽ കേന്ദ്ര ആരോഗ്യവകുപ്പ് സെക്രട്ടറി സംസ്ഥാനങ്ങളിലെ ആരോഗ്യവകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം വിളിച്ചിരുന്നു ഡൽഹിയിൽ. അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ ആവശ്യമായി വന്നാൽ എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ വേണം, നടപടികൾ വേണം എന്നൊക്കെ തീരുമാനിക്കാനാണ് ആ യോഗം ഡൽഹിയിൽ നടന്നു. മറ്റൊരു വാർത്തയിലേക്ക്. മുനമ്പം ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. പ്രശ്നപരിഹാരത്തിനുള്ള ശുപാർശകൾ അടങ്ങിയ 76 പേജുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. റിപ്പോർട്ട് പരിശോധിച്ച ശേഷം സർക്കാർ തുടർ നടപടികളിലേക്ക് കടക്കുമെന്ന് നിയമമന്ത്രി പി രാജീവ് അറിയിച്ചു. ദേശീയതലത്തിൽ വരെ ചർച്ച ചെയ്യപ്പെട്ട മുനമ്പം വഖഫ് ഭൂമി പ്രശ്നത്തിൽ നിർണായക ശുപാർശകളാണ് ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ടിലുള്ളത്. മുനമ്പം നിവാസികളെ കുടിയൊഴിപ്പിക്കാതെ പരിഹാരം കണ്ടെത്തണമെന്നതാണ് പ്രധാന പരാമർശം. വഖഫ് ബോർഡുമായും ഫറൂഖ് കോളേജ് മാനേജ്മെന്റുമായും സർക്കാർ സമവായ ചർച്ച നടത്തണം. ഒത്തുതീർപ്പുണ്ടായില്ലെങ്കിൽ വഖഫ് നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഭൂമി ഏറ്റെടുക്കാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മുനമ്പം ജനതയെ സംരക്ഷിക്കുകയാണ് സർക്കാർ നിലപാടെന്ന് നിയമമന്ത്രി പി രാജീവ്. റിപ്പോർട്ടിൽ സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കട്ടെ എന്ന് ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ ഭൂമി തർക്കത്തിൽ നിർണായകമാകും. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം ചാക്കയിൽ വീടിനുള്ളിൽ വിൽപ്പനയ്ക്കായി രഹസ്യ അറയിൽ സൂക്ഷിച്ചിരുന്ന കഞ്ചാവ് പിടികൂടി. സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലായിരുന്നു അസാധാരണമായ രീതിയിൽ സൂക്ഷിച്ചിരുന്ന കഞ്ചാവും MDMAയും പിടിച്ചെടുത്തത്. വീട്ടുടമയും സ്ഥിരം ലഹരി കേസുകളിലെ പ്രതിയുമായ അനീബ് ഖാനെയും എക്സൈസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം നഗരത്തിലെ 2 പ്രധാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തിയ വൻ റാക്കറ്റിലെ കണ്ണിയാണ് പിടിയിലായത്. അനീഫ് ഖാനെ മുൻപ് 3 തവണ എക്സൈസ് ലഹരിക്കടത്തിന് പിടികൂടിയിട്ടുണ്ട്. ചാക്ക ITയിലെ വിദ്യാർത്ഥികൾക്കുൾപ്പെടെ ലഹരി വിൽപ്പന നടത്തുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അനീഫ് ഖാന്റെ വീട്ടിൽ സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധന നടത്തിയത്. പരിശോധനയിൽ 12 കിലോ കഞ്ചാവും MDMAയും പിടിച്ചെടുത്തു. ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തത് വീടിനുള്ളിലെ പ്രത്യേക രഹസ്യ അറകളിൽ നിന്ന്. അറകൾ അത് നമുക്കതാ ഇങ്ങനെ സാധാരണഗതിയിൽ കണ്ടുള്ളത് അറയാണെന്ന് തോന്നുന്നില്ല. പക്ഷേ അതിനകത്ത് രഹസ്യ അറകൾ ഉണ്ടാക്കിയിട്ടാണ് ഇത് സൂക്ഷിച്ചിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇതാണ് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. കഴിഞ്ഞില്ല. MDMA ഉൾപ്പെടെ സൂക്ഷിക്കാൻ ബാത്റൂമിനുള്ളിൽ പോലും പ്രത്യേക അറകൾ. ഈ വീടിൻ്റെ ബാത്റൂം എന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്, ബാത്റൂമാണ്. ഈ ബാത്റൂമിൻ്റെ അകത്തും ഈ രഹസ്യ അറകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മൾ കയറി വരുമ്പോൾ ഇങ്ങനെ തുറക്കുന്ന സാധാരണ നമ്മളുടെ ഒരു അറ, നമ്മൾ ഈ വാഷ് ബേസിൻ്റെ ഒക്കെ താഴെ കാണുന്ന ഒരു അറയായിരുന്നു. പക്ഷേ അത് ഇങ്ങനെ റിമൂവ് ചെയ്യുന്ന തരത്തിലേക്ക് ഇത് റിമൂവ് ചെയ്ത് മാറ്റി ഇതിനുള്ളിൽ ഇതിന് താഴേക്ക് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങൾ അതുകൂടി ഈ രഹസ്യ അറയാക്കി ഇവിടെയൊക്കെ ലഹരി സൂക്ഷിക്കുന്ന രീതിയായിരുന്നു. ഇദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 2 ആഴ്ച ഇദ്ദേഹം വീട്ടിൽ തന്നെ കച്ചവടം നടത്തുന്നതായിട്ട് നമുക്കൊരു അറിവ് കിട്ടി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അറയുണ്ടാക്കുന്നത് പുള്ളിക്കൊരു ഹോബിയാണ്. വാഹനത്തിൽ നേരത്തെ ഓമ്നി വാനിൽ ഒരു അറയുണ്ടാക്കിയാണ് നമ്മൾ 20 കിലോളം കഞ്ചാവ് പിടിച്ചിട്ടുള്ളത്. ഇപ്പോൾ 2 വീട്ടിനകത്ത് തന്നെ 2 അറയുണ്ട് അദ്ദേഹത്തിന്. ലഹരി മരുന്നുകൾ തൂക്കമുറപ്പാക്കി വിൽക്കാൻ പ്രത്യേക ത്രാസുകൾ, MDMA അളക്കുന്ന ഡിജിറ്റൽ ത്രാസ്, കൂടാതെ പല തരത്തിൽ ലഹരി വിൽക്കാനുള്ള പ്രത്യേക കവറുകളും എക്സൈസ് പിടിച്ചെടുത്തു. ഇതാണ് ഈ സിന്തറ്റിക് ഡ്രഗ്സ് കൊണ്ടുപോകാൻ വേണ്ടി, ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന കവറുകളാണ് ഈ കൊച്ചു കവറുകൾ. അപ്പോൾ ഇത് ഇവിടുന്ന് ശരിക്കും കിട്ടിയിട്ടുണ്ട്. ഡ്രഗ്സ് തൂക്കാൻ ഉപയോഗിക്കുന്ന ത്രാസാണിത്. അപ്പോൾ ഇതും ഈ ചെറിയ കവറുകളും കിട്ടിയില്ലാണ് നമുക്ക് സംശയം കൂടുതൽ വന്നത്. അപ്പോൾ ഈ MDMA കച്ചവടം ഉണ്ടെന്നുള്ളത് നമ്മൾ ഇപ്പോൾ ഈ സാധനം എടുത്തപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. സാധാരണയായിട്ട് പുള്ളി കഞ്ചാവ് കച്ചവടമാണ് ചെയ്യുന്നത്. അനീഫ് ഖാന് ആന്ധ്രയിൽ നിന്നും ലഹരി എത്തിച്ചു നൽകുന്ന കണ്ണികളെ കേന്ദ്രീകരിച്ചും സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഷഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. എന്തായാലും ഈ കക്ഷിയൊക്കെ പുറത്തിറങ്ങാതെ സൂക്ഷിക്കുക, അതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. വീട്ടിലൊക്കെ രഹസ്യ അറകളൊക്കെ ഉണ്ടാക്കി MDMA ഒക്കെ കാത്തു സൂക്ഷിച്ച് വെച്ച് വീട്ടിൽ തന്നെ കച്ചവടം നടത്തുന്ന ഒരുവനൊന്നും നികുതി കുറച്ച് പോയാലും വേണ്ടില്ല, അകത്ത് തന്നെ കിടക്കട്ടെ. ഇനി കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.
പ്രൈം ടൈം അവസാന ഘട്ടത്തിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചുള്ള പിണറായി ദ ലെജൻഡ് ഡോക്യുമെന്ററി പ്രകാശനം നടന്നു. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പുറത്തിറക്കിയ ഹ്രസ്വചിത്രം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടൻ കമൽഹാസൻ സ്വിച്ച് ഓൺ ചെയ്തു. താൻ പാർട്ടിയുടെ ഉൽപ്പന്നമെന്നും തനിക്കെതിരായ വിമർശനങ്ങൾ വ്യക്തിപരമല്ലെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. പിണറായി വിജയനായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്നത് കേരള ജനതയ്ക്ക് കണ്ടറിയാനുള്ള അവസരമൊരുക്കിയ നേതാവ്. പിണറായിയുടെ പിറവി മുതൽ കേരള രാഷ്ട്രീയത്തിലെ പിണറായിസം വരെ അക്കമിട്ട് നിരത്തുന്ന 30 മിനിറ്റ്. സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനാണ് ഡോക്യുമെന്ററി തയ്യാറാക്കിയത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ നടൻ കമൽഹാസൻ ഹ്രസ്വചിത്രം സ്വിച്ച് ഓൺ ചെയ്തു. അനീതിക്കെതിരായ പോരാട്ടം തൊഴിലല്ല കടമയെന്ന് കമൽഹാസൻ. പാർട്ടിയുടെ പ്രതീകമായി നിൽക്കുന്നയാളാണ് താനെന്നും തനിക്കെതിരായ വിമർശനങ്ങൾ വ്യക്തിപരമല്ലെന്നും പിണറായി വിജയൻ. ഞാൻ എന്ന വ്യക്തി എൻ്റെതായ സ്വന്തം കഴിവിലൂടെ നാട്ടിൽ പ്രവർത്തിച്ചു വന്നതല്ല. എൻ്റെ പാർട്ടിയുടെ ഉൽപ്പന്നമാണ് ഞാൻ. സഖാവ് എന്ന പേരിൽ പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ടുള്ള സ്വാഗതഗാനവും ചടങ്ങിൽ അവതരിപ്പിച്ചു. 24 തിരുവനന്തപുരം. ഇത്തവണത്തെ വിഷു ബമ്പർ 1ാം സമ്മാനം പാലക്കാട് വിറ്റ VD 204266 എന്ന നമ്പറിന് കോഴിക്കോട് ജസ്വന്ത് ഏജൻസിയിൽ നിന്ന് പാലക്കാട് വർഷ ലോട്ടറി ഏജൻസി വാങ്ങിവിറ്റ ടിക്കറ്റിനാണ് 1ാം സമ്മാനം. കട തുടങ്ങി 12ാം കൊല്ലമാണ് 12 കോടിയുടെ ഭാഗ്യം വർഷ ലോട്ടറി ഏജൻസി തേടിയെത്തുന്നത് എന്നത് മറ്റൊരു അനുഭവം. ചെന്നൈ സ്വദേശി പ്രഭാകരൻ 12 വർഷം മുൻപാണ് പാലക്കാടെത്തി കോട്ട് റോഡിൽ ചെറിയൊരു ലോട്ടറി കട തുടങ്ങിയത്. 12ാം വർഷത്തിലെത്തി നിൽക്കുമ്പോഴാണ് 12 കോടിയുടെ ഭാഗ്യം. டிக்கெட் எடுத்தேன். அதில் ஃபர்ஸ்ட் ப்ரைஸ் நம்ம கடையில் 12 கோடி வந்துருது. அது ரொம்ப பெருமையாக இருக்குது நம்ம கடையில். அது நான் பாலக்காடு 12 வருஷம் ஆகுது. 12 வருஷத்தில் ஓரளவுக்கு ப்ரைஸ் വാങ്ങിയിരിக்கிறோം. കോഴിക്കോട് ഏജൻസിയിൽ നിന്നാണ് വർഷ ഏജൻസി 1ാം സമ്മാനത്തിന് അർഹമായ VD 204266 നമ്പർ ടിക്കറ്റ് എടുത്തത്. ചില്ലറ വിൽപ്പനയായാണ് ടിക്കറ്റ് പോയത്. റീറ്റെയിലല്ലേ വിട്ടിരിക്കുന്നത്, ഉറപ്പായിട്ട് പാലക്കാട്ടുകാർക്ക് തന്നെയാണ് പ്രൈസ് വന്നിരിക്കുന്നത് 12 കോടി. അതേസമയം ആദ്യമായാണ് 1ാം സമ്മാനം ലഭിക്കുന്നതെന്ന് ജസ്വന്ത് ലോട്ടറി ഏജൻസീസ് ഉടമ ജസ്വന്ത് 24 പറഞ്ഞു. ஏஜென்சி எடுத்து 6 மாதம் ஆயிருக்கு. 6 மாதம் ஆகி ஃபஸ்ட் ப்ரைஸ் தான் ஃபஸ்ட் டைம் பம்பரில். ஃபஸ்ட்டு விஷு பம்பர் 1,20,000, இது பூஜா பம்பர் 1,20,000, எல்லாமே 1 ലാഖ് மேலே பண்ணியது. ஆனால் இதான் ஃபஸ்ட் டைம் ஃபஸ்ட் ப்ரைஸ் ஆச்சுது. ഭാഗ്യശാലിയെക്കുറിച്ച് ഏതാണ്ടൊരു വിവരമൊക്കെ ലോട്ടറി വിറ്റ വർഷ ഏജൻസീസിനറിയാം. അദ്ദേഹത്തിന്റെ കൂടി സ്വകാര്യത മാനിച്ചു മാത്രമേ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തുകയുള്ളൂ. രാജീവ് സുദേവിനൊപ്പം ശ്രീജിത്ത് ശ്രീകുമാരൻ, 24 പാലക്കാട്. കോവിഡ് കേസുകൾ കൂടുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറയുന്നു. ഉന്നതതല യോഗങ്ങളിൽ ചേർന്നു, സാഹചര്യം അവലോകനം ചെയ്തു. എല്ലാ ജില്ലകളിലും പരിശോധിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തി. നിലവിൽ 519 കേസുകളാണുള്ളതെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കുന്നു. രോഗികളും പ്രായമായവരും പൊതുസ്ഥലത്ത് പോകുമ്പോൾ മാസ്ക് ധരിക്കണം. ആശുപത്രികളിലേക്കുള്ള അനാവശ്യ സന്ദർശനം ആളുകൾ ഒഴിവാക്കണം. രോഗപ്രതിരോധ പ്രോട്ടോകോൾ ആശുപത്രിയിൽ പാലിക്കണമെന്നും നിർദ്ദേശം. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. പ്രൈം ടൈം അവസാനിക്കുന്നു. ഇനി നല്ലൊരു രാത്രി നിങ്ങൾക്ക് ഞാൻ നേരുന്നു. മഴയൊക്കെയാണ്, അതുകൊണ്ട് എല്ലാ കരുതലുകളും സ്വീകരിക്കുക. ഗുഡ് നൈറ്റ്.